കാടും മേടായ മേടും പുഴയായ പുഴയും കടന്ന് നാടും നഗരവും ചുറ്റി മഞ്ഞും മഴയും വെയിലും കടന്ന് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. ആരാണ് ഇവരെല്ലാം? ഞാൻ നല്ലത് മാത്രം കേൾക്കുന്നു. ഞാൻ നല്ലത് മാത്രം പറയുന്നു. ഞാൻ നല്ലത് മാത്രം കാണുന്നു. പക്ഷേ മാളോരെ, സത്യത്തിൽ അങ്ങനെയാണോ? അയ്യോ, ഞാനൊന്നും കേട്ടില്ലേ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ. അതെ, അതാണ് സത്യം. അതെ, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. അതെ, ഞങ്ങളൊന്നും പറയുന്നില്ല. അതെ, ഞങ്ങളൊന്നും കാണുന്നില്ല. അതെ, ഇവിടെ എല്ലാവരുടെയും പ്രതികരണ ശേഷി അതെങ്ങോട്ടോ പോയിരിക്കുന്നു. അതെ, അതാണ് സത്യം. അതെ, അതാണ് സത്യം. അതെ, അതാണ് സത്യം. അപ്പോൾ സത്യം അതല്ലേ? പേടിയാണ് ഞങ്ങൾക്ക്. പ്രതികരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ. എന്റെ ഈ പെൺശരീരത്തിൽ പുരുഷസത്വം കയറിക്കൂടിയത് എന്റെ തെറ്റാ? എന്റെ മനസ്സിന്റെ സഞ്ചാര പദങ്ങളിൽ ഒരു പുരുഷനാവാനുള്ള ആഗ്രഹം വളർന്നു വന്നത് എന്റെ തെറ്റാ? ഒരിക്കലും അല്ല. ഈ ഭൂമി നിങ്ങൾ എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. എന്നെ പോലെ ആയിരക്കണക്കിന് പേർ ഇവിടെയുണ്ട്. അവരെ എല്ലാം നിങ്ങൾ കൊന്നൊടുക്കുമോ? ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ജീവിക്കാനുള്ള അവകാശവും അവൻ നൽകിയിട്ടുണ്ട്. അതെ, ജീവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം. ജീവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം. ജീവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം. ഞാൻ നിർഭയ. നിർഭയ, ഭയമില്ലാത്തവൾ. ഭയമോ? ഇത് എനിക്കെന്റെ മാതാപിതാക്കൾ നൽകിയ പേരല്ല. നിങ്ങൾ ഈ സമൂഹം എനിക്ക് കൽപ്പിച്ച് നൽകിയ പേർ നിർഭയ. ഒരബലയായ പെൺകുട്ടിയെ ഓടുന്ന ബസ്സിൽ നിന്ന് പിടിച്ചു വലിച്ച് എതിർക്കാൻ വന്ന അവളുടെ ആൺ സുഹൃത്തിനെ
ബലാത്സംഗം ചെയ്ത്. അല്ല, അതിലൊരു തിരുത്തുണ്ട്. അതിലൊരുത്തൻ പ്രായപൂർത്തിയാവാത്ത ഒരു പാവം. 18 വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രമുള്ള അവന് ജുവനൽ ഹോമിൽ 3 വർഷം നല്ല നടത്തം. പക്ഷെ അവനാ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. ഒന്നോർത്തോ, നിങ്ങളുടെ വീട്ടിലെ അമ്മമാരെയും സഹോദരിമാരെയും സൂക്ഷിച്ചു വെച്ചോ. അവൻ ഇറങ്ങിയിട്ടുണ്ടാവും അവന്റെ ആർത്തി പിടിച്ച നോട്ടവുമായി. പക്ഷെ മാളോരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹേ മനുഷ്യ, നീ മൃഗമാണോ? ഹേ കൂട്ടരെ, നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള എത്ര അനുഭവങ്ങൾ. നൊന്തു പ്രസവിച്ച അമ്മ സ്വന്തം കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നില്ലേ? സ്വാർത്ഥ ലാഭത്തിനായി സ്വത്തുക്കൾ കൈയടക്കാൻ സ്വന്തം കുടുംബത്തിലുള്ളവരെ വിഷം കൊടുത്ത് കൊല്ലുന്നത് നിങ്ങൾ കേട്ടതല്ലേ? പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന മാതാപിതാക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കളുള്ള നാടല്ലേ ഇത്? ചെന്താമര, ആഹാ, കേൾക്കാൻ എന്തു രസമുള്ള പേര് അല്ലേ? വളരെ മനോഹരമായ നമ്മുടെ ദേശീയ പുഷ്പം. പക്ഷേ ആ പേരിന് മറവിൽ ഒളിഞ്ഞിരുന്ന ഒരു കൊടും ക്രിമിനലിനെ നമ്മൾ കണ്ടതല്ലേ? ഒരു കുടുംബത്തിലെ 3 പേരെ കൊടുവാളിനിരയാക്കിയ ആ ദുഷ്ടത നമ്മൾ കേട്ടതല്ലേ? ദുർമന്ത്രവാദത്തിന്റെ പേരിൽ കിണറ്റിലിട്ട് കൊല്ലുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? കപട സൗഹൃദം നടിച്ച് സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുക്കുന്നവരുടെ നാടല്ലേ ഇത്? ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറെ ഡ്യൂട്ടിക്കിടയിൽ ക്രൂരമായി കുത്തിക്കൊന്ന മനോരോഗികളുടെ നാടല്ലേ ഇത്? ഹോസ്റ്റലിലെ ക്രൂരമായ റാഗിങ്ങിൽ നഷ്ടപ്പെട്ട എത്ര ജീവനുകൾ. നിങ്ങളിത് കാണുന്നില്ലേ? പ്രതികരിക്കാൻ പോയിട്ട് സ്വന്തം കാര്യം നോക്കാൻ പോലും കൽപ്പില്ലാത്ത ന്യൂ ജനറേഷൻ. ഹേ സിരി, ഞാൻ സ്ലിം ആണോ? എന്ത് ഭംഗിയായി കോസ്റ്റ്യൂം കാണാൻ. ഇതിട്ട എന്നെ കാണാൻ രാജകുമാരിനെ പോലെ ഇരിക്കും. ഹലോ ഹലോ, സാധനം ഇപ്പൊ കിട്ടും. എന്ത് കൊറിയറിലോ? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവരുടെ സുഹൃത്തും വഴികാട്ടിയും ഗുരുക്കന്മാരും എല്ലാം ഒന്ന് മാത്രം. എന്താണത്? സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ. അപ്പോൾ നിങ്ങൾക്ക് ആരോടും സ്നേഹമില്ലേ? ഞങ്ങളോട് ശാന്തി,
ക്ഷമ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ദൈവത്തിന്റെ സ്നേഹം രൂപം നൽകിയ അവിടത്തെ ഛായ നിങ്ങളിൽ നിന്ന് മായാൻ തുടങ്ങിയത് എപ്പോൾ? നല്ലവനായ ആ പിതാവിന്റെ പക്കൽ നിന്ന് എവിടേക്കാണ് ഈ ഒളിച്ചോട്ടം? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും കൂട്ടുകാരില്ല. ഞങ്ങൾക്കാർക്കും കൂട്ടുകാരില്ല. ആരാണ് നിന്റെ കൂട്ടുകാരൻ? ആരാണ് നിന്റെ അയൽക്കാരൻ? ഈ ചോദ്യം പണ്ട് ഈശോയോട് ചോദിച്ചിട്ടുള്ളതല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? ആപത്തിൽ സഹായിച്ച വിജാതീയനായ ആ മനുഷ്യൻ. ആപത്തിൽ സഹായിച്ച വിജാതീയനായ ആ മനുഷ്യൻ അദ്ദേഹമായിരുന്നു യഥാർത്ഥ അയൽക്കാരൻ, യഥാർത്ഥ സ്നേഹിതൻ. എപ്പോഴാണ് നിങ്ങളിൽ നിന്ന് സ്നേഹവും അനുകമ്പയും ആർദ്രതയും നഷ്ടമായത്? എപ്പോഴാണോ നിന്റെ സഹോദരൻ നിന്റെ ശത്രുവായി മാറിയത്? പകരം നീ ഒരു യഥാർത്ഥ സ്നേഹിതനായിരുന്നുവെങ്കിൽ ഇവിടെ നിർഭയമാർ ഉണ്ടാവില്ലായിരുന്നു. ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊല്ലില്ലായിരുന്നു. ആരും സ്വന്തം സുഹൃത്തിനെ വിഷം കൊടുത്ത് കൊല്ലില്ലായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഒരു തലമുറ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ചെന്താമര ഒരു മനോഹര പുഷ്പമായി തന്നെ നമുക്കൊപ്പം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതെ, നിങ്ങൾ അല്ല, നമ്മൾ ഒരു യഥാർത്ഥ സ്നേഹിതനായിരുന്നുവെങ്കിൽ, ഒരു നല്ല സമരക്കാരനായിരുന്നുവെങ്കിൽ നാം ഇങ്ങനെയാകില്ലായിരുന്നു. അതെ, നമുക്കൊരുമിച്ച് പറയാം. ഈശോ പറഞ്ഞു തന്ന ആ യഥാർത്ഥ സ്നേഹിതന്റെ ഉപമ, ആ നല്ല സമരിയക്കാരന്റെ ഉപമ